നമസ്കാരം. ഇന്ന് അതിവിശേഷപ്പെട്ട ഒരു ദിവസമാണ്. കാരണം ഇന്ന് പുതിയ മാസം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് ഇടവം 1 മെയ് 15 ബുധനാഴ്ച. മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. അതേക്കുറിച്ച് കൂടി വിശദമായി മനസ്സിലാക്കാം. ഇന്ന് ചന്ദ്രൻ കർക്കിടകത്തിന് ശേഷം ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നതായ സമയമാകുന്നു. കൂടാതെ ഇന്ന് വൈശാഖ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി തിഥി കൂടിയാണ്. അതിനാൽ തന്നെ ഇന്നേ ദിവസം ചില ശുഭകരമായ യോഗങ്ങൾ ചിലരുടെ ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. ഇന്നേ ദിവസം രൂപാന്തരപ്പെടുന്നതായ യോഗങ്ങളാണ് വൃദ്ധി യോഗം, ലക്ഷ്മി നാരായണ യോഗം എന്നീ യോഗങ്ങൾ. കൂടാതെ ആയില്യം നക്ഷത്രം എന്നിവയുടെ ശുഭകരമായ സംയോജനവും നടക്കുന്നു എന്ന് തന്നെ പറയാം. അതിനാൽ വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ ദിവസമാണ് ഇന്ന്. അതിനാൽ ഇന്നേ ദിവസം വളരെയധികം പ്രാധാന്യം വർദ്ധിക്കുന്നു എന്നതും വാസ്തവമായ കാര്യമാകുന്നു. എന്നാൽ ജ്യോതിഷപ്രകാരം നോക്കുകയാണ് എങ്കിൽ ഇന്നേ ദിവസം ചില രാശിക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതായ ദിവസമാകുന്നു. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ നേട്ടങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പറയാം. പരാമർശിക്കുന്നത് പൊതുഫലപ്രകാരമാണ്. ഈ പരാമർശിക്കാൻ പോകുന്നതായ ഫലങ്ങൾ എല്ലാം തന്നെ പൊതുഫലപ്രകാരം പറയുന്ന ഫലങ്ങളാകുന്നു. നിങ്ങളുടെ ജാതകപ്രകാരം ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതുമാകുന്നു. ഇന്നേ ദിവസം നടത്തുന്ന മാസാധ്യ പൂജകളുടെ ഭാഗമാകുവാൻ ശ്രദ്ധിക്കുക. പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മിഥുനം രാശിയാണ്. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം വളരെ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം എന്ന് തന്നെ പറയാം. ഇവർക്ക് പല രീതിയിലുള്ള അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ ഈ സമയം വളരെയധികം അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. കൂടാതെ ഈ സമയം ശാരീരികവും മാനസികവുമായി പൂർണ്ണ ആരോഗ്യമുള്ളവരായി തീരും എന്ന കാര്യം ഓർക്കുക. ഇന്നേ ദിവസം അത്തരത്തിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും. അതിനാൽ നേട്ടങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ നേടിയെടുക്കുവാൻ സാധിക്കും. കൂടാതെ ഇന്നേ ദിവസം ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അതിനാൽ തന്നെ സന്തോഷവും ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ ഒരു ദിവസം തന്നെയാകുന്നു. ലക്ഷ്യങ്ങളുണ്ട് എങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾ വളരെയധികം പ്രയത്നിക്കുക തന്നെ ചെയ്യും. അതിനാൽ തന്നെ ഈ സമയം ജോലിസ്ഥലവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വളരെയധികം സ്വാധീനം ചെലുത്തുവാൻ സാധിക്കുന്നതായ സമയം തന്നെയാകുന്നു. അതിനാൽ തന്നെ ഇന്നേ ദിവസം വളരെ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ബിസിനസ്സുകാർക്ക് ഇന്നേ ദിവസം അല്പം ലാഭം വർദ്ധിക്കും എന്ന് തന്നെ പറയാം. കൂടാതെ ഇന്നേ ദിവസം ചില അവസരങ്ങൾ അനുകൂലമായ രീതിയിൽ വന്ന് ഭവിക്കുന്നതാകുന്നു. സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് ശക്തമാവുകയോ അല്ലെങ്കിൽ അനുകൂലമാവുകയോ ചെയ്യാവുന്നതാണ്. സാമ്പത്തികപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം എന്ന് തന്നെ പറയാം. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും അവ നിങ്ങൾക്ക് അവസാനിപ്പിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരാവുന്ന സമയമാകുന്നു. ഇന്നേ ദിവസം തർക്കങ്ങൾ അവസാനിപ്പിക്കുവാൻ പരമാവധി ശ്രമിക്കുക. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് സമയം ചെലവഴിക്കുവാനും സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനും സാധ്യത കൂടുതലുള്ള ഒരു ദിവസം തന്നെയാണ് ഇന്ന്. ഇന്നേ ദിവസം നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. ഇന്നേ ദിവസം ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നതും വിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും ആരാധിക്കുന്നതും അതീവ ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക. ഇരു ദേവതാ ക്ഷേത്രങ്ങളിലും ഇന്നേ ദിവസം ദർശനം നടത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കർക്കിടകം രാശിയാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം ഏറ്റവും ശുഭകരമായ ദിവസമാകുന്നു. മെയ് 15 അഥവാ മാസാരംഭം നിങ്ങൾക്ക് വളരെ ശുഭകരമായ ദിവസത്തോടെയാണ് ആരംഭിക്കുന്നത് എന്ന് തന്നെ പറയാം. ഏത് ജോലികളും ഇന്നേ ദിവസം നിങ്ങൾക്ക് ശരിയായ രീതിയിൽ തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കും. അപൂർണമായ ജോലികൾ പൂർത്തിയാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശരിയായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും.
പോസിറ്റീവായ ഊർജം നിങ്ങൾക്ക് വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ജോലി ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ സഹപ്രവർത്തകരുമായി നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും എന്ന കാര്യം ഓർക്കുക. അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ജോലിയുമായി ബന്ധപ്പെട്ട് വളരെയധികം വിജയങ്ങൾ നേടുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ജോലിയിൽ നേട്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം ഭാഗ്യം നിങ്ങളുടെ പക്ഷത്തായിരിക്കും, അഥവാ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി തീരും. അതിനാൽ തന്നെ പണം നേടുവാനുള്ള സാധ്യതകൾ, ധനപരമായ നേട്ടങ്ങൾ അത് പല വഴികളിലൂടെയും വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ചെറുകിട കച്ചവടം അല്ലെങ്കിൽ കർമ്മ മേഖല മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഇന്ന് കൈകളിലേക്ക് ധനം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. പണം സമ്പാദിക്കാനുള്ള വഴികൾ തുറക്കുകയോ അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുവാനോ ഭാവിയിൽ ഉപകാരപ്രദമായ കാര്യങ്ങളോ ഇന്നേ ദിവസം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്പം നേട്ടങ്ങൾ വന്നു ചേരാം. സുഹൃത്തുക്കൾ കൂടാതെ സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങളും ഇന്നേ ദിവസം കടന്ന് വരാവുന്നതാകുന്നു. ഇന്നേ ദിവസം ചില ജോലികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും. മനസ്സിലേക്ക് ചില സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. ബന്ധത്തിൽ നിലനിൽക്കുന്നതായ തെറ്റിദ്ധാരണകൾ, അതുമൂലമുള്ള കലഹങ്ങൾ എന്നിവ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിവാക്കുവാനും സഹായകരമായ ദിവസമാണ് എന്ന് തന്നെ പറയാം. ഇന്നേ ദിവസം ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. അശ്രദ്ധ വരികയാണ് എങ്കിൽ തീർച്ചയായും ഈ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരണം എന്നില്ല. ആ കാര്യവും പ്രത്യേകം ഓർക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് തുലാം രാശിയാണ്. തുലാം രാശിക്കാർക്ക് ഇന്നേ ദിവസം ഏറ്റവും ശുഭകരമായ ദിവസമാണ്. മെയ് 15 മാസാരംഭം തന്നെ ഏറ്റവും ശുഭകരമായി തന്നെ തുടങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നതാണ് വാസ്തവം. ഇന്നേ ദിവസം ഗണപതി സ്വാമിയുടെ കടാക്ഷവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ നിങ്ങൾക്ക് എല്ലാ മേഖലകളിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കും. ഇന്നേ ദിവസം ഹനുമാൻ സ്വാമിയുടെ കടാക്ഷം കൂടി നിങ്ങൾക്കുള്ളതിനാൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം ആത്മശക്തി വർദ്ധിക്കുന്നതാകുന്നു. കൂടാതെ വിജയങ്ങൾ സ്വന്തമാക്കുവാനും സാധിക്കും. കൂടാതെ സാമ്പത്തികപരമായ നേട്ടങ്ങൾ അല്ലെങ്കിൽ സമ്പത്ത് വർദ്ധിക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങളും സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട് അഥവാ കരിയറുമായി ബന്ധപ്പെട്ട് പുരോഗതി കൈവരിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ഓഫീസുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. മേലുദ്യോഗസ്ഥരുടെയോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെയോ പ്രീതി നേടിയെടുക്കുവാൻ സാധിക്കും. സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, വേണ്ടപ്പെട്ടവർ എന്നിവരുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ നിമിഷങ്ങൾ, സന്തോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഇന്നേ ദിവസം തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് പുരോഗതിക്കുള്ള അവസരങ്ങൾ വന്നു ചേരാം. നിങ്ങളുടെ സ്വാധീനം, സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നതായ സമയമാകുന്നു. ശാരീരികമായും മാനസികപരമായും നിങ്ങൾക്ക് ആരോഗ്യം വീണ്ടെടുക്കുവാനും ശരിയായ രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാനും സാധിക്കും. കുടുംബജീവിതം നിങ്ങൾക്ക് സന്തോഷകരമായി തീരും എന്ന കാര്യവും ഓർക്കുക. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് പുരോഗതി അല്ലെങ്കിൽ മനസ്സ് സന്തോഷിക്കുന്നതായ കാര്യങ്ങൾ സംഭവിക്കാം. ഇന്നേ ദിവസം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും വേണ്ടപ്പെട്ടവർ, സഹപ്രവർത്തകർ എന്നിവരുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. ഇന്നേ ദിവസം ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യത അല്പം കൂടുതലാകുന്നു. കച്ചവടവുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അത്തരം കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. എന്നാൽ ഇന്നേ ദിവസം ശ്രദ്ധയോടെ മുന്നോട്ട് പോയില്ല എങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ധനു രാശിയാണ്. ധനു രാശിക്കാരുമായി ബന്ധപ്പെട്ട് ഇന്നേ ദിവസം ചില കാര്യങ്ങൾ അനുകൂലമായി തീരുന്നതായ സമയമാണ്. മാസാരംഭം തന്നെ ശുഭകരമായ ദിവസത്തോടെ ഇവർക്ക് ആരംഭിക്കുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം. ധനുരാശിക്കാർക്ക് ഇന്നേ ദിവസം അർപ്പണബോധത്തോടെ തന്നെ, പൂർണ്ണമായ അർപ്പണബോധത്തോടെ തന്നെ ശരിയായ രീതിയിൽ ജോലിയിൽ മുഴുകുവാൻ സാധിക്കും. സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, വേണ്ടപ്പെട്ടവരുമായി സമയം ചെലവഴിക്കാനും സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഭാഗ്യം നിങ്ങളെ പിന്തുണയ്ക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്.
അതിനാൽ തന്നെ ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന കാര്യവും ഓർക്കുക. പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്നേ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. തർക്കങ്ങളുണ്ട് എങ്കിൽ പരിഹരിക്കുവാൻ സാധിക്കും. അത് ഏത് വ്യക്തികളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും തർക്കങ്ങൾ ഇന്ന് പരിഹരിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. തൊഴിൽ ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ വന്നു ചേരാം. ധനസമ്പാദനത്തിനുള്ള പുതിയ വഴികൾ ഇന്ന് തുറക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത അല്പം കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. മാനസികപരമായ സമാധാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം കൂടിയാകുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾ ശ്രദ്ധയോടെ തന്നെ പ്രവർത്തിക്കുക. ഇന്നേ ദിവസം നിങ്ങൾക്ക് ധനപരമായും അനുകൂലമാകുന്ന സമയമാകുന്നു. സന്തോഷകരമായ നിമിഷങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാം എന്ന് തന്നെ പറയാം. എന്നാൽ ഇന്നേ ദിവസം ഹനുമാൻ സ്വാമിയുടെയും ഗണപതി സ്വാമിയുടെയും കടാക്ഷം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ ഇന്നേ ദിവസം ഇരു ദേവതകളെ പ്രാർത്ഥിക്കുന്നതും ഇരു ദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ്. കൂടാതെ ഇന്നേ ദിവസം വിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും ആരാധിക്കുന്നതും ഇരു ദേവതകളുടെ മന്ത്രങ്ങൾ ജപിച്ച് ഇന്നേ ദിവസം മുന്നോട്ടു പോകുന്നതും ശുഭകരം തന്നെയാകുന്നു. നിങ്ങൾക്ക് അനുകൂലമായ ദിവസമാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക.